الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കുവാനും അവസാനം മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, അല്ലാഹു മനുഷ്യന് നൽകിയ വളരെ വിലപ്പെട്ട ഒരനുഗ്രഹമാണ് സമയമെന്നത്. വളരെ വിലപിടിപ്പുള്ള ഒരനുഗ്രഹമാണ് സമയം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ആ സമയത്തെ അല്ലാഹു പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്യുവാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ, വിശുദ്ധമായ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്യുവാനായി ഉപയോഗിക്കുന്നത് സമയങ്ങളെയാണ്, കാലങ്ങളെയാണ്. അല്ലാഹു സത്യം ചെയ്യുവാനായി കാലത്തെയാണ്, സമയത്തെയാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വശംസി വളുഹാഹ, പ്രഭാത പ്രദോഷങ്ങളെയാണ് സത്യം. അങ്ങനെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനു മുമ്പ് സത്യം ചെയ്യുവാനായി അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത് സമയങ്ങളെയാണ്. അങ്ങനെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വളരെ പ്രാധാന്യത്തോടുകൂടി സമയങ്ങളെ അല്ലാഹു പറയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സമയമെന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെതായ നല്ല സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ സമയങ്ങൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. സമയങ്ങൾ ഒരിക്കലും നമുക്ക് അത് വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല.
മറ്റു ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങൾ, ദുനിയാവിൻ്റെ രസങ്ങൾ, ദുനിയാവിൻ്റെതായ അള്ളാഹു നമുക്ക് നൽകിയ മറ്റ് അനുഗ്രഹങ്ങളൊക്കെയും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കുവാനുള്ള, അത് തിരിച്ചു പിടിക്കുവാനുള്ള അവസരം നമുക്ക് മുമ്പിലുണ്ട്. നമുക്കത് വീണ്ടെടുക്കുവാൻ, അത് തിരിച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അത് നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയും. കച്ചവടത്തിൽ നഷ്ടമാണ്, അത് പരിഹരിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. മറ്റ് സമയമല്ലാത്ത മറ്റ് അനുഗ്രഹങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കുവാൻ, അത് വീണ്ടെടുക്കുവാൻ അതിനുള്ള പരിഹാരങ്ങളുമുണ്ട്. നമുക്ക് അതിന് കഴിയുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, സമയം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ, അത് ഒരു സെക്കൻഡാണെങ്കിൽ പോലും അത് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ, നല്ല സമയങ്ങൾ, അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. പകരം വെക്കാനില്ലാത്ത ഒരനുഗ്രഹമാണ് സമയമെന്നത്. സമയത്തിന് പകരം വെക്കാനായി മറ്റൊന്നുമില്ല. അത്രമേൽ മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് സമയമെന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല കാലങ്ങളെ, നല്ല സമയങ്ങളെ അത് നല്ല നിലയിൽ വിനിയോഗിക്കേണ്ടത് അത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. അതോരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അല്ലാഹു സമയത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ, മനുഷ്യർ അവർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, അല്ലാഹുവിൽ വിശ്വസിച്ചവരും അതുപോലെ വ അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ജീവിതത്തിൻ്റെതാകുന്ന നല്ല സമയങ്ങൾ, നല്ല നിമിഷങ്ങൾ, അത് അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ, അങ്ങനെയുള്ളവർ ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമയത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതിനെ വേണ്ട നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാണ്. പറയപ്പെട്ടതുപോലെ അൽ വഖ്തു കസ്സൈഫ്, സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമയമെന്നത് അതൊരു വാള് പോലെയാണ്. സമയമെന്നത് ഒരു വാള് പോലെയാണ്. ഇല്ലം തഖ്തഉഹു ഫഖതഅക്, അതിനെ വേണ്ട നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, അതിനെ വേണ്ട നിലയിൽ അതിൻ്റെ യഥാസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഫഖതഅക, അത് നിന്നെ വെട്ടിക്കളയും, അതിൻ്റെ ഉപദ്രവം നിനക്ക് തന്നെയാണ് എന്ന് പറയപ്പെട്ടതുപോലെ, അതുപോലെയാണ് സമയം അത് വേണ്ട നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ, അത്തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാഴാക്കി കളഞ്ഞ സമയങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടത്തിന് കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അലിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, നിമിഷങ്ങൾ. ആ സമയങ്ങളെ വേണ്ട വിധത്തിൽ വേണ്ട നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഖേദിക്കേണ്ടി തന്നെ വരും. വിരൽ കടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് മുമ്പിൽ കടന്നു വരും. സമയത്തെ വേണ്ട നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദുഃഖിക്കേണ്ടി വരുന്ന, ഖേദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്ക് മുമ്പിൽ സംജാതമാകുന്നതാണ്. മരണത്തിന്റെ സമയത്തെ, നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ
നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ല. അല്ലാഹ്, എന്നെ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കി വിടണേ, ഒന്നുകൂടി ഒരു ജീവിതം എനിക്ക് താ. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ല. ഞാൻ നല്ല നിലയിൽ ജീവിച്ചു കൊള്ളാം, ഞാൻ നല്ല നിലയിൽ സൽക്കർമ്മങ്ങളിലായി അല്ലാഹുവേ നിനക്ക് പൊരുത്തമായ ഒരു ജീവിതം ഞാൻ നയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു പോകുന്നതായ ഒരു സാഹചര്യം അത് ഉണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വേണ്ട നിലയിൽ സമയത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നല്ല കാലത്തെ നല്ല സമയങ്ങളെ ഉപയോഗിക്കുവാൻ, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനുള്ള വഴിയിലായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഖേദിക്കേണ്ടി വരും. നമ്മുടെ ആയുസിന്റെ നല്ല കാലമാണ്, നല്ല സമയമാണ് ഒഴുകി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് തന്ന സമയങ്ങൾ, അല്ലാഹു തന്ന ആ നല്ല സമയങ്ങൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുവാനുള്ളതാണ്. നഷ്ടപ്പെടുത്തി കളയുവാൻ, പാഴാക്കി കളയുവാൻ അങ്ങനെ ഒരു സമയമില്ല. പാഴാക്കി കളയുവാൻ സമയമില്ല. മനുഷ്യന്റെ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമേ മനുഷ്യൻ ഈ ദുനിയാവിലുള്ളൂ. അവന്റെ ആയുസ് പരിമിതമാണ്. വളരെ കുറഞ്ഞ സമയമാണ് ഒരു മനുഷ്യന്റെ ആയുസ്. അവന്റെ സമയം, ഈ ദുനിയാവിൽ അവന് ജീവിക്കുവാനുള്ള സമയം വളരെ കുറഞ്ഞതാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ മനുഷ്യ ജീവിതത്തിനുള്ളൂ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെടാറുണ്ട്. ബാങ്കും ഇഖാമത്തും കൊടുക്കും. അതുപോലെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമസ്കരിക്കാറുണ്ട്. ഇതൊരു സൂചനയാണ്. സാധാരണയായി ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം ഉടനെ തന്നെ നമസ്കാരമാണ്. നമസ്കാരത്തിന് പിന്നെ സമയമില്ല. പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമാണ്. എന്നതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ബാങ്ക് കൊടുക്കപ്പെടും, അതുപോലെ ഇഖാമത്തും കൊടുക്കപ്പെടും. എന്നാൽ അവിടെ നമസ്കാരമില്ല. പിന്നെയോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാങ്കുമില്ല, ഇഖാമത്തുമില്ല, അവിടെ നമസ്കാരം മാത്രമേയുള്ളൂ. അത്രയൊരു നമസ്കാരം, ഇഖാമത്ത് കൊടുക്കപ്പെട്ട് കഴിഞ്ഞ് നമസ്കാരത്തിന് അടുത്ത ഉടനെ തന്നെ നമസ്കാരമായതുപോലെ പിന്നെ നമസ്കാരത്തിനും ഇഖാമത്തിനുമിടയിൽ വളരെ കുറഞ്ഞ സമയമില്ല എന്ന് തന്നെ പറയാം. എന്നതുപോലെ അതാണ് മനുഷ്യന്റെ ജീവിതം. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ മൗതു അദിനാ മിൻ ശിറാകിൻ അലൈഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാറ് അത് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ കാലിന്റെ തൊലിയോട് എത്രമേൽ അത് നമ്മുടെ ശരീരത്തോട് ഒട്ടിയാണോ കിടക്കുന്നത്, അത്രമേൽ ഒരു മനുഷ്യൻ അവന്റെ മരണത്തോട് അടുത്തതാണ്. അത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതം. അടുത്ത സമയം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ജീവിക്കുവാനായി അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പാഴാക്കി കളയുവാനായി സമയമില്ല, നഷ്ടപ്പെടുത്തി കളയുവാൻ നമുക്ക് സമയമില്ല. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ, നല്ല നിമിഷങ്ങൾ, നമുക്കെല്ലാത്തിനും കഴിയുന്ന ആ സമയങ്ങൾ വേണ്ട നിലയിൽ ഉപയോഗിക്കപ്പെടണം. ആ സമയങ്ങൾ വേണ്ട നിലയിൽ ഉപയോഗിക്കണമെന്ന് അറിയിക്കുന്ന ഒരു ഹദീസുണ്ട്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഅ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 ഘട്ടങ്ങൾ, 5 സമയങ്ങൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്കും കടന്നു വരും. അതിനു മുമ്പായുള്ള 5 ഘട്ടങ്ങളുണ്ട്. ആ 5 ഘട്ടത്തിനു മുമ്പായുള്ള 5 നല്ല സമയങ്ങളുണ്ട്. ആ സമയങ്ങളെ വേണ്ട നിലയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹയാതക ഖബല മൗതിക്. മരണത്തിനു മുമ്പായുള്ള ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ, നല്ല നാളുകൾ വേണ്ട നിലയിൽ ഉപയോഗപ്പെടുത്തണേ. അതുപോലെ വസിഹതക ഖബല സഖമി. ഏത് സമയവും രോഗിയായി മാറാം.
ഏത് സമയത്തും നമുക്ക് രോഗങ്ങൾ വന്ന് പിടിച്ചേക്കാം. എന്നാൽ ആ രോഗങ്ങൾക്ക് മുമ്പുള്ള ആരോഗ്യത്തിന്റെ സമയമുണ്ട്. രോഗമില്ലാത്ത അസുഖമില്ലാത്ത സമയമുണ്ട്. ആ സമയത്തെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തണേ. ജോലി തിരക്കുകൾ വന്നെത്തുന്നതിന് മുമ്പായുള്ള ഒഴിവ് സമയങ്ങളെ നിങ്ങൾ വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തണേ. ഈ യുവത്വം എപ്പോഴും യുവത്വം തന്നെ ആയിരിക്കില്ല, വാർദ്ധക്യം ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന് മുമ്പായുള്ള ആ യുവത്വത്തിന്റെ ആ ചുറുചുറുക്കുള്ള ആ നല്ല സമയങ്ങൾ വേണ്ട നിലയിൽ ഉപയോഗപ്പെടുത്തണേ. ദാരിദ്ര്യം വരുന്നതിന് മുമ്പായുള്ള ആ നല്ല നല്ല അവസ്ഥ, ആ ദാരിദ്ര്യമില്ലാത്ത അവസ്ഥയെ, ആ സമയത്തെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തണേ. നല്ല നിലയിൽ ആ അവസരങ്ങളെ മുതലെടുക്കണേ എന്ന് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ, നല്ല കാലം, നല്ല സമയങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയിട്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് തീർന്നു പോയിട്ട് പിന്നെ ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു ഫലവും ചെയ്യുകയില്ല. ആ സമയത്ത് ഇന്നത് ചെയ്യാമായിരുന്നു, അതുപോലെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചിട്ടോ അങ്ങനെ ഓർത്തിട്ടോ ഒന്നും യാതൊരു ഫലവും ചെയ്യുകയില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ജീവിതത്തിന്റെ നല്ല നാളുകൾ ജീവിക്കുന്നു എന്നുറപ്പുള്ള ഈ നല്ല സമയങ്ങൾ വേണ്ട നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്ന ചോദ്യത്തിന് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയൊരു മറുപടിയുണ്ട്. മൻ താല ഉംറുഹു വഹസുന അമലു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കുറെ നാള് ജീവിക്കാൻ അവന് ദീർഘായുസ് ലഭിക്കുകയും അതുപോലെ വഹസുന അമലുഹു, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ കർമ്മങ്ങൾ നല്ലതായി അള്ളാഹുവിനെ അനുസരിച്ചുള്ള, അള്ളാഹുവിന്റെ ത്വാഅത്തിലായുള്ള, പൂർണ്ണമായും അമലെ സാലിഹാത്തുകളിലുള്ള അങ്ങനെ ജീവിച്ചവൻ, അങ്ങനെ അവന്റെ പ്രവർത്തനങ്ങൾ നല്ലതായി, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അങ്ങനെ ജീവിച്ചവനാണ്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നല്ലവൻ അവനാണ് എന്ന് ആദരവാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് തൊട്ട് ചേർത്ത് തന്നെ പറഞ്ഞു, വഅയ്യുന്നാസി ശർറുൻ, എന്നാൽ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ, ഏറ്റവും ശർറായവൻ അവൻ മൻ ത്വാല ഉംറുഹു വസാഅ അമലു. ഒരു മനുഷ്യൻ അവന് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കുവാൻ അവസരം കിട്ടി, ദീർഘായുസ് ലഭിച്ചു, എന്നാൽ വസാഅ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ കർമ്മങ്ങളൊക്കെ മോശമായി പോയി, മോശമായ പ്രവർത്തനങ്ങളിലായി, മോശമായ കാര്യങ്ങളിലായി, തിന്മകളിലായി ജീവിച്ചവൻ അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ആദരവാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ, ജീവിതത്തിന്റെ നല്ല കാലം അത് അസ്തമിക്കും മുമ്പായി കഴിയുന്ന നിലയിൽ നന്മകളിലായി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും അടർന്നു പോകുന്ന സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട നിമിഷങ്ങൾ, അത് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ, മാസങ്ങൾ കടന്നു പോകുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ സഹോദരങ്ങളെ, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം, ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഒരു വർഷം കൂടി പിന്നിടുകയാണ്. ലോകം പുതിയ ഒരു വർഷത്തെ വരവേൽക്കുവാനായുള്ള ഒരുക്കത്തിലാണ്. മനുഷ്യ ജീവിതത്തിന്റെ വിലപ്പെട്ട ആയുസ്സിൽ നിന്നും ഒരു വർഷം കൂടി കഴിഞ്ഞു കിടക്കുമ്പോൾ, ഒരു വർഷം കൂടി അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പുതിയ വർഷത്തെ ആഘോഷപൂർവം സ്വീകരിക്കുവാനായി ഒരു വിഭാഗം തയ്യാറെടുത്തു കഴിഞ്ഞു. ഡിസംബർ 31 അർദ്ധരാത്രി മദ്യപാനവും ആർഭാടവും ലഹരിയിലായും
പാട്ടും കൂത്തുമായി ആഘോഷിക്കുവാൻ ആഘോഷപൂർവം കാത്തിരിക്കുകയാണ് ചെറുപ്പക്കാർ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരും ഒട്ടും പുറകിലല്ല. യഥാർത്ഥത്തിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ന്യൂ ഇയർ, അവന്റെ പുതുവർഷം അത് ഇസ്ലാമികമായ കലണ്ടർ പ്രകാരമുള്ള, ഹിജ്രി കലണ്ടർ പ്രകാരമുള്ള മുഹറം മാസമാണ് ഒരു മുസൽമാന്റെ പുതുവർഷം. എന്നാലോ ആ ഒരു മുസൽമാന്റെ പുതുവർഷമായ മുഹറം മാസത്തിൽ ഇത്തരം ആഘോഷങ്ങളോ ഇത്തരം പ്രവർത്തനങ്ങളോ ഇത്തരം പ്രവണതകളോ ഒന്നും വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ഒന്നും ഈ ദിവസങ്ങൾക്കോ ഈ ദിവസത്തിന് വിശുദ്ധമായി ഇസ്ലാം നൽകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വർഷം പിന്നിടുമ്പോൾ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു കടക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് നഷ്ടമാകുന്നത് മരണത്തിലേക്കാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നും, ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷമാണ് നമുക്ക് നഷ്ടമാവുന്നത്. മരണത്തിലേക്കാണ്, ഖബറിലേക്കാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടമാണ്, നമ്മുടെ ആയുസ്സിൻ്റെ ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ ആ നഷ്ടത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ ഖേദിക്കേണ്ടുന്നതിന് പകരമായി, ദുഃഖിക്കേണ്ടുന്നതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ തുള്ളിച്ചാടുകയും അലറുകയും അട്ടഹസിക്കുകയും ചെയ്യപ്പെടുമ്പോൾ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ബുദ്ധിഹീനമായ പ്രവർത്തനങ്ങളെന്നല്ലേ നമുക്കതിനെ പറയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ, നമ്മുടെ ആയുസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ ആ ആയുസ്സിൻ്റെ വളരെ വിലപ്പെട്ട സമയങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഇന്നലകളിൽ വന്നുപോയ അപാകതകൾ, മോശമായ കാര്യങ്ങൾ, അതൊന്നും അടുത്ത സമയം മുതൽ, അടുത്ത നിമിഷം മുതൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന ഒരു പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത്. അള്ളാഹു തന്ന ആയുസ് നാളെ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടി വിനിയോഗിക്കണം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ നന്മകൾ അധികരിപ്പിക്കുകയാണ് ജീവിതത്തിൽ. കഴിഞ്ഞ വർഷമില്ലാത്ത നന്മകൾ, നമസ്കാരങ്ങൾ അധികരിപ്പിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ പള്ളിയെ നാളിതുവരെയായി സഹായിക്കുന്ന, ചെറുതും വലുതുമായി സംഭാവനകൾ നൽകുന്നവർ എല്ലാവരുടെയും എല്ലാ സംഭാവനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അർഹമുറഹീമായ അല്ലാഹ്, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പള്ളിയെ നാളിതുവരെയായി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും അല്ലാഹുവേ, അവരെ ഉദ്ദേശത്തിന്റെ പേരിലാണോ സദഖകൾ നൽകുന്നത്, അല്ലാഹുവേ നിനക്കറിയാം തമ്പുരാനെ, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ മനസ്സറിയുന്ന തമ്പുരാനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ സംഭാവനകൾ നൽകുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ കബറിടങ്ങൾ സ്വർഗീയ ആരാമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഭൂതികളും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, മാതാപിതാക്കൾ എല്ലാവരുടെയും കബറിടങ്ങൾ സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ സർവ്വപൂർവ്വമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ പള്ളി പണിത് നൽകിയ സഹോദരനെ സ്വീകരിക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ കച്ചവട മാർഗത്തിൽ എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോക മുസ്ലിം ഉമ്മത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് ഇത്രയും വേഗം നീ മോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, പൂർണ്ണമായ ആജിലായ കാമിലായ ശിഫാ തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم
الحمد لله الباقي على الدوام، هو الحنان المنان، وهو الواحد الأحد المنفرد بالإيجاد والإعدام. أحمده سبحانه وتعالى وأشكره على جزيل الإنعام، وأتوب إليه وأستغفره ذا الجلال والإكرام. أشهد أن لا إله إلا الله وحده لا شريك له الملك الحق المبين، ونشهد أن سيدنا محمدا عبده ورسوله صادق الوعد الأمين، صاحب الجمال والكمال، خاتم النبيين وإمام الأنبياء والمرسلين. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله، فإن التقوى ملاك الحسنات، وعليكم بالسنة فإن السنة تهدي إلى اللقاء، ومن أطاع الله ورسوله فقد رشد واهتدى. وعليكم بالبدعة فإن البدعة تهدي إلى المعصية، ومن يعص الله ورسوله فقد ضل وغوى. وعليكم بالصدق فإن الصدق ينجي والكذب يهلك. وعليكم بالإحسان إن الله يحب المحسنين. عباد الله، قال الله تبارك وتعالى: قال رب ارجعون لعلي أعمل صالحا فيما تركت كلا. وقال النبي صلى الله عليه وسلم: اغتنم خمسا قبل خمس، حياتك قبل موتك، وشبابك قبل هرمك، وفراقك قبل شغلك. وقال النبي صلى الله عليه وسلم: أي الناس خير من طال عمره وحسن عمله. وقال: وأي الناس شر. وقال النبي صلى الله عليه وسلم: من طال عمره وساء عمره. أو كما قال صلى الله عليه وسلم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بارك الله لنا ولكم في القرآن العظيم، ونفعنا وإياكم بالآيات والذكر الحكيم. إنه تعالى جواد كريم ملك البر رؤوف رحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله. اتقوا الله حق تقاته وبادروا إلى أداء الثواب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله وملائكته
صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد بعدد من صلى وصام صل على محمد وعلى آل محمد بعدد من قام وقام صلى الله عليه وعلى جميع الأنبياء والمرسلين والملائكة المقربين والخلفاء الراشدين خصوصا على خير البشر بعد الأنبياء بالتحقيق أمير المؤمنين أبي بكر الصديق رضي الله تعالى عنه وعلى مزين المنبر والمحراب أمير المؤمنين عمر بن الخطاب رضي الله تعالى عنه وعلى كامل الحياء والإيمان أمير المؤمنين عثمان بن عفان وعلى مظهر العجائب والغرائب أمير المؤمنين علي بن أبي طالب كرم الله وجهه وعلى الإمامين الإمامين السعيدين الشهيدين أبي محمد الحسن وأبي عبد الله الحسين رضي الله تعالى عنهما وعلى أمهما سيدة نساء فاطمة الزهراء رضي الله تعالى عنها وعلى عميه المكرمين بين الناس أبي عمارة الحمزة وأبي الفضل العباس رضي الله تعالى عنهما وعلى الستة الباقية من العشرة المبشرة وسائر المهاجرين والأنصار والتابعين الأبرار الأخيار إلى يوم القرار رضوان الله تعالى عليهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار اللهم أعز الإسلام والمسلمين وأذل الشرك والكفر والكافرين اللهم انصر جيوش المسلمين اللهم انصر إخواننا المستضعفين في كل مكان اللهم شدد شملهم ومزق جمعهم وزلزل أقدامهم فاغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله تعالى أكبر والله يعلم ما تصنعون الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون.